ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു എളുപ്പ കൂട്ടാനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 5 മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന ഒരു എളുപ്പ കൂട്ടാനാണിത്. ചേരുവകൾ വളരെ കുറച്ച് മതി. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ നമ്മളിന്ന് ചോറിൻ്റെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ട് കാലത്തൊക്കെ ഇത് ഇഷ്ടം പോലെ എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങളൊക്കെ തെക്കുകാരായിരുന്നു. അപ്പൊ തെക്കോട്ടൊക്കെ ഇഷ്ടം പോലെ കറി ഉണ്ടാക്കുമായിരുന്നു. അത് അതിന്റെ കറിയുടെ പേരെന്ന് വെച്ചാൽ പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്. അത് വലിയ വലിയ ചെലവുകളൊന്നും നമുക്കില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ഒരു 10 മിനിറ്റ് വേണ്ട, 10 മിനിറ്റ് താഴെ മതി ആ കറി ഉണ്ടാക്കാനെ കൊണ്ട്. പക്ഷെ നമ്മൾ തെക്കോട്ടൊക്കെ ഉണ്ടാക്കുന്ന കറി പുളിങ്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതി, വടക്കോട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വടക്കോട്ട് ഉണ്ടാക്കുന്ന കറിയാണ് വേറെ രീതിയിലാണ് ഈ പുളിങ്കറി ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കുന്ന പുളിങ്കറി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. വലിയ ചെലവുകളും ഇല്ല, കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഈ പുളിങ്കറി നന്നായിട്ട് വെച്ചാൽ 2-3 ദിവസം ഇരിക്കുകയും ചെയ്യും. ഇത് പഴങ്കഞ്ഞി കുടിക്കാനാണ് ഈ പുളിങ്കറി ഏറ്റവും നല്ലത്. എന്റെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ അമ്മയൊക്കെ ഈ പുളിങ്കറി ഉണ്ടാക്കി 2-3 ദിവസം കുറിയാൽ ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പൊ ഞങ്ങൾ രാവിലെ പഴങ്കഞ്ഞി കുടിക്കുന്നതൊക്കെ ഈ പുളിങ്കറി കൂട്ടിയാണ്. എല്ലാ വീട്ടിലും ഉണ്ടാക്കുക ഈ പുളിങ്കറി. അന്നൊന്നും ഇങ്ങനെ ഈ വലിയ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ വല്ല മീനോ അല്ലെങ്കിൽ ഇറച്ചി, മോര്, സാമ്പാർ, അങ്ങനെ ഒന്നിലും ഒരു പുളിങ്കറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കറിയാണ്. പക്ഷേ ഈ പുളിങ്കറി അപാര രുചിയാണ്. നമുക്ക് ആ പുളിങ്കറി എങ്ങനെ വെക്കുന്നതെന്ന് കാണാം. അപ്പൊ നമ്മളിത് പുളിങ്കറി വെക്കാനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. നമ്മളിത് കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 വറ്റൽമുളക് ഉണക്കമുളകുണ്ട്, പിന്നെ 2-3 കരിയാപ്പലയുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു 3 പച്ചമുളകുണ്ട്, പിന്നെ ഇത്രയും വാളംപുളി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ വാളംപുളിക്കകത്തോട്ട് ശകലം വെള്ളം ഒഴിക്കാം. നമുക്കൊന്ന് കുതിരട്ട് വാളംപുളി. അപ്പൊ നമ്മൾ വാളംപുളിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറെ പൊടികളുണ്ട്. അത് നമുക്കിത് കടുക് പൊട്ടിക്കാൻ നേരത്ത് കാണിക്കാം. ഇത് ഇങ്ങനെ നമ്മൾ ചുവന്നുള്ളി, നമ്മൾ സാധാരണ കടുക് പൊട്ടിക്കുന്ന പോലെ ചുവന്നുള്ളി അരിയുക. നമ്മള് എളുപ്പം നമുക്ക് ഉണ്ടാക്കാം. എളുപ്പം ഉണ്ടാക്കുമെങ്കിൽ ഇതിന്റെ രുചി അപാരമായിട്ടോ. വേണമെങ്കിൽ ചതച്ചു വിടാം മുളക് അല്ലേ? ആ ചതച്ച് നമ്മൾ അങ്ങനെ പുളിക്കറിക്കകത്ത് കടുക് പൊട്ടിക്കുക, ചതച്ചിടുവില്ല, നമ്മള് അരിഞ്ഞു തന്നെയാണ് ഇടാറ്. ഇതിന് കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങൾ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞു, വറ്റൽമുളക് നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ഇങ്ങനെ കീറി 2-3 കീറി വീതം വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. നമ്മളൊരു മൺചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിന് കടുക് പൊട്ടിക്കാനുള്ള വെളിച്ചെണ്ണ നമ്മൾ അതിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയൊന്ന് മൂക്കട്ടെ, എന്നിട്ട് നമ്മൾ വേണം കടുക് ഇടാനൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും കടുക് ഇടുന്നത് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇടാം. അപ്പൊ നമ്മുടെ കടുക് പൊട്ടി നമുക്ക് ചുവന്നുള്ളിയും കൂടെ ഇടാം അതിനകത്ത്. അതിന്റെ കൂടെ നമുക്ക് ഇഞ്ചിയും കിട്ടിയേക്കാം. ഇഞ്ചിയും കൂടെ ഇടാം. പുളിങ്കറി ആയതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി കൂടുതൽ ചുമന്നുള്ളി ഇട്ട് കടുക് പൊട്ടിക്കുന്നത്. അപ്പൊ ആ പുളിങ്കറിക്ക് ഒരു നല്ല രുചി ഉണ്ട്, ചുമന്നുള്ളിയുടെ രുചി വരും. അതിനാണ് ചുമന്നുള്ളി ഇടുന്നത്, കൂടുതൽ ഇടുന്നത്. അപ്പൊ നമുക്ക് മുളകും കൂടെ ഒക്കെ അതിന്റെ കൂടെ കിട്ടിയേക്കാം. മൂക്കട്ടെ. പച്ചമുളകും അപ്പൊ അതെല്ലാം കൂടെ അങ്ങനെ ഇടണമെന്ന് മൂക്കട്ടെ. അതവിടെ മൂക്കുന്ന നേരം കൊണ്ട് നമുക്ക് പുളി പിരിഞ്ഞു വെക്കാം. അപ്പൊ നമ്മുടെ കടുക് പൊട്ടിച്ച് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഇടാൻ പോകുന്നത് നമുക്ക് മുളക് പൊടിയാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയാണ്. ഇത് പിരിയമുളകിന്റെ പൊടിയാണ് നമ്മൾ ഇടുന്നത്. 2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി മതി. അത് പതുക്കെ ഒന്ന് മൂക്കട്ടെ. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് അതുകൂടെ പതുക്കെ ഒന്ന് മൂക്കട്ടെ. അപ്പൊ അതേ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടത് മൂത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളിയാണ് ഒഴിക്കുന്നത്. പുളിവെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോകുന്നത്. ഇനി ഇത് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. അപ്പൊ നമ്മളിത് പാകത്തിന് ഉപ്പ് ചേർക്കുവാണ്. പിന്നെ അതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉലുവാപ്പൊടി. ഇത്ര ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവയാണ്.
പിന്നെ വേണ്ടുന്ന കായമാണ്. ഇത്ര കായപ്പൊടിയും കൂടെ നമ്മൾ ഇടുവാണ്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം ഇനി. അപ്പൊ ഇത് പതുക്കെ ഒന്ന് തിളക്കട്ടെ. അപ്പൊ നമ്മുടെ പുളിങ്കറി ഏകദേശം ആയിരിക്കും. പതുക്കെ തിളച്ചാൽ മതി ഇത്. അപ്പൊ ഈ പുളിങ്കറി ഒന്ന് തിളക്കട്ടെ. ഇച്ചിരി നന്നായിട്ട് കുടുകൂടാന്ന് തിളക്കണം. തിളച്ച് കഴിയട്ടെ. അപ്പൊ നമുക്ക് എന്റെ ഈ വീഡിയോ പുളിങ്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. തിളയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ബാക്കി ഇച്ചിരി കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വാങ്ങി വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. നല്ല പോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പുളിങ്കറി വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ പുളിങ്കറി വെക്കുന്ന പാലക്കാട് സൈഡ് അവിടോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ ശർക്കര ഇടും. നമ്മൾ പക്ഷെ തെക്കോട്ടൊന്നും കറി വെക്കും പുളിങ്കറി ഇങ്ങനെ വെക്കുന്നൊരു ശർക്കര ഇടാറില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശർക്കര വേണേൽ ചേർക്കാം. പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ ഇച്ചിരി ചേർക്കാൻ പോകുന്ന പറഞ്ഞാൽ ഒരു 2-3 മല്ലിയില ഇടുന്നുണ്ട്. അതും ഇഷ്ടം അതിന്റെ രുചി പിടിക്കുന്നവരിട്ടാൽ മതി. ഇടാൻ നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ അതും ആവശ്യക്കാരെ ഇടുവായിട്ടിട്ട് നല്ല പുളിങ്കറി നമ്മൾ ഇതൊരു 3 ദിവസത്തേക്ക് നമുക്ക് ഈ പുളിങ്കറി വെച്ചിട്ട് നമുക്ക് കൂട്ടാം. ഈ പുളിങ്കറി എന്റെയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ 2-3 ദിവസം ഇത് വെച്ച് അമ്മ ഇങ്ങനെ ഉറിയെ വെച്ചേക്കുവാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് രാവിലെ പഴങ്കഞ്ഞി കുടിക്കാനോ ഉച്ചയ്ക്ക് ചോറ്, ഉച്ചയ്ക്ക് അന്നൊന്നും ചോറല്ല കേട്ടോ, കഞ്ഞിയാ. കഞ്ഞിയും കപ്പയോ ചക്കയൊക്കെ വേവിച്ച് കഞ്ഞിയുമായിട്ടാണ് കുടിക്കുന്നത്. അപ്പൊ അത്താഴത്തിനാണ് പിന്നെ ഈ കറി എടുക്കുന്നത്. അപ്പൊ അങ്ങനെ 2-3 ദിവസം ഈ കറി 2 ദിവസം ഇരിക്കുമ്പോഴേ പ്രത്യേക വേറൊരു രുചിയായി കറിക്ക്. അപ്പൊ അങ്ങനെ നമ്മൾ പാലക്കാട് സൈഡിലോട്ടൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ അവർ കുറച്ച് ശർക്കര ചേർക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ശർക്കര ചേർത്ത് കഴിക്കാത്ത നമുക്ക് ആ ശർക്കര നമുക്ക് ഈ കറിക്കകത്തിടുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടില്ല. വേണ്ട ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ശർക്കരയും കൂടെ ചേർക്കാം. അപ്പൊ പിന്നെ നമ്മൾ ഇതിനകത്ത് ഇട്ടതെന്ന് പറഞ്ഞാൽ ശകലം മല്ലിയിലയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ പുളിങ്കറി 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എൻ്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. ഒത്തിരി വീഡിയോ ഒക്കെ ഒത്തിരി കുറവാണ് നമുക്ക് ലൈക്കും കമന്റും ഒക്കെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് ലൈക്കും കമന്റും ചെയ്യണം. അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.